ഹായ് ഫ്രണ്ട്സ്, അജിന്തി പ്രസാദ് ഫാമിലി വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓണം വന്നു, ഓണം കഴിയാറായി. അപ്പോൾ ഓണം വരുന്നതിന് മുമ്പുള്ള ഓട്ടപ്പാച്ചിലാണ്, ഓട്ടപ്പാച്ചിലാണ്. പൂരാടത്ത് നാളാണ് ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയത്. പെരുമഴ പെരുമഴ പെരുമഴ. ഇടയ്ക്കൊരു നല്ല അടിപൊളി മഴയങ്ങ് വരും. ആകെ അങ്ങ് നനഞ്ഞു കുതിർത്തതിന് ശേഷം പിന്നെ ഒന്നൊരു തോർച്ച കിട്ടും. അപ്പോൾ നമ്മളിങ്ങനെ സമാധാനമായിട്ട് ഇങ്ങനെ നടക്കും. അപ്പോൾ ഈ തൃശ്ശൂർ മൊത്തം ഒരു പ്രത്യേക വൈബാണ്. പ്രത്യേകിച്ച് തേക്കിങ്കാട് മൈതാനത്ത് സ്റ്റാളുകളുടെ കളിയോട് അഞ്ചര കളി എന്ന് പറയില്ല, ഭയങ്കര കളിയാണ്. ഇഷ്ടം പോലെ സാധനങ്ങളുണ്ട്, നല്ല വിലക്കുറവിൽ കിട്ടും. നല്ല സാധനങ്ങൾ നോക്കിയും കണ്ടൊക്കെ വാങ്ങിക്കുകയും ചെയ്യാം. അപ്പോൾ നല്ല മഴയായിരുന്നു പറഞ്ഞില്ലേ, അതുകൊണ്ട് തന്നെ കച്ചവടങ്ങളൊന്നും പാവങ്ങൾക്ക് നടക്കുന്നില്ല കേട്ടോ. ഞാനൊരു ചട്ടി വാങ്ങിക്കാമെന്ന് വിചാരിച്ചു, നല്ലൊരു മൺചട്ടി മേടിക്കാമെന്ന് വിചാരിച്ചിട്ട് അതിങ്ങനെ തിരിച്ചും മറിച്ചുമൊക്കെ എടുത്തും പിടിച്ചൊക്കെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ മഴക്കാലം വന്നതുകൊണ്ടേ ഇവർക്ക് കച്ചവടമില്ല. 2000 രൂപ വാടക കൊടുക്കും വേണം ഒരു ദിവസത്തേക്ക്. പക്ഷേ കച്ചവടം നടക്കണമില്ല. തുമ്പക്കുടം വാങ്ങിച്ചു 50 രൂപയാണ് കേട്ടോ. പണ്ട് പാടത്തും പറമ്പിലും ഓരോ വിലയില്ലാതെ നിന്നിരുന്ന ഒന്നാണ് തുമ്പക്കുടം. ഓണത്തിന് മാത്രം പെറുക്കിയെടുക്കുന്ന ഒന്നായിരുന്നു. ഈ ചേച്ചിയുടെ വീട് എരുമപ്പെട്ടിയിലാണ്. അവർ അവിടെ നിന്ന് കൊണ്ടുവന്ന് ഇടുന്നു വാങ്ങിച്ചുകൊണ്ട് വന്ന് വിൽക്കുന്നതാണ് കേട്ടോ. ഇവർ എല്ലാ വർഷവും വന്നിങ്ങനെ വിൽക്കുന്നതാണ്. അപ്പം ഞാൻ തുമ്പക്കുടത്തിൻ്റെ കാര്യം പറഞ്ഞല്ലോ. ഈ തുമ്പക്കുടം അത്ര വിലയേറിയ ഒരു സംഭവമാണ്. സാധാരണ വീടുകളിൽ ഇത് വളർത്തില്ല, പക്ഷേ പറമ്പുകളിൽ ഇഷ്ടം പോലെ ഉണ്ടാവും. അത് പറിച്ച് ഓണത്തിന് ഒരുപാട് ആൾക്കാർ ഞങ്ങളുടെ പറമ്പിൽ നിന്നൊക്കെ പറിച്ചുകൊണ്ട് പോയിരുന്നൊരു കാലഘട്ടമൊക്കെ ഉണ്ടായിരുന്നു. പണ്ടൊക്കെ പാടത്തുനിന്നും ഒക്കെ പറിച്ചുകൊണ്ട് വന്ന് ഇഷ്ടം പോലെ തുമ്പക്കൂടെ ഇങ്ങനെ വെക്കും. അതിനുള്ളിൽ നമുക്കൊരു ആശാനയും കൂടി വെക്കാനുണ്ടല്ലേ. അങ്ങനെ ചട്ടിയും കലമൊക്കെ നോക്കി ഇങ്ങനെ നിൽക്കുന്നതിനിടയിൽ തുമ്പക്കൂട മാത്രം പോരാ, തൃക്കാരപ്പനെയും വേണം. തൃക്കാരപ്പനെ വെക്കണ്ടേ, ഒരുങ്ങി ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ അവരെ കയ്യിൽ നിന്നൊക്കെ തൃക്കാരപ്പനെ നമ്മൾ മേടിച്ചില്ലേ, നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നു. അങ്ങനെ തൃക്കാരപ്പനൊന്നും വാങ്ങിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ ഞാൻ അത് വാങ്ങിക്കുന്നതിൻ്റെ ഇടയിൽ ഈ ചുറ്റിനൊന്ന് നല്ല വെളിച്ചം എന്ന് പറയില്ല, നിലാ വെളിച്ചം. അങ്ങനെ വളകളും മാലകളും കമ്മലുകളും എല്ലാം ഉണ്ട്. ഇവിടെയൊക്കെ നല്ല തിരക്കുണ്ടാവുന്ന സമയമാണ്. നല്ല ഉന്തും തിക്കും തിരക്കും എന്നൊക്കെ പറഞ്ഞോണം തിരക്കുണ്ടാവണ നല്ല സമയമായിരുന്നു. പക്ഷേ ഇവർക്ക് കച്ചവടം ഇപ്പോൾ നടക്കുന്നില്ല. മഴ പെയ്യുന്നത് കൊണ്ട് തീരെ കച്ചവടമില്ല. പിന്നെ പൂക്കൾ 10 രൂപയാണ് കേട്ടോ. ഈ വർണ്ണശബളമായ പൂക്കളുകൾക്ക് പ്ലാസ്റ്റിക് പൂക്കളാണേ. ഇതും വയ്ക്കാൻ താല്പര്യമുള്ളവർക്ക് വാങ്ങിക്കാം. ഒരെണ്ണത്തിന് 10 രൂപയാണ് ഉള്ളത്. ഇത് ഭംഗിയായിട്ടാണ്. നല്ല ഇതിനൊക്കെ കഴിവുകൾ വേണം കേട്ടോ. ഇങ്ങനെയൊക്കെ ഉണ്ടാക്കാനൊക്കെ ആയിട്ടുള്ള കഴിവുകളൊക്കെ വേണം. അതൊക്കെ വാങ്ങിക്കുന്നവരും ഉണ്ട് കേട്ടോ. പിന്നെ ഇഷ്ടം പോലെ ചക്ക വറുത്തതും കായ വറുത്തതും ഉപ്പിലിട്ടതും ഒക്കെ ഉണ്ടായിരുന്നു. കുറേ സംഭവങ്ങൾ. ഒരു ചെറിയൊരു എക്സിബിഷൻ പോലെയൊക്കെ ഉണ്ടാവും. പിന്നെ ഈ പാത്രങ്ങൾക്കൊക്കെ 30 രൂപയുള്ളൂ. ഏതെടുത്താലും വളരെ വിലക്കുറവിലാണ് ഉണ്ടാവുക. നല്ലതൊക്കെ നോക്കിയെടുക്കാനൊക്കെ ആയിട്ട് നമുക്ക് സാധിക്കും കേട്ടോ. അപ്പോൾ എനിക്കിതൊക്കെ കണ്ടു നടക്കാനാണ് ഇഷ്ടം. നമ്മളിങ്ങനത്തെ സാധനങ്ങൾ നമ്മൾ മേടിക്കാറില്ല, ആവശ്യമില്ല. പിന്നെ ബെഡ്ഷീറ്റ്സ് കാരണമുണ്ട്. ഇത് ഇവർ എന്താ സംഭവം എന്ന് വെച്ചാൽ ബെഡ്ഷീറ്റൊക്കെ വാങ്ങിച്ചു കോട്ടൺ ആണെന്നൊക്കെ പറഞ്ഞ് വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് നല്ലതൊക്കെ നോക്കി, പക്ഷെ അത് കഴുകി കഴിഞ്ഞാൽ അത് സിൽക്ക് പോലെ ഇരിക്കും, അതായത് പോളിസ്റ്റർ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് അതൊന്നുമില്ല. പിന്നെ അതുപോലെ സാരി മേടിച്ചിട്ട് പിന്നിയിട്ടുണ്ട്. അപ്പോൾ നോക്കി 200 രൂപയുടെ സാരിയൊക്കെ ലാഭമെന്ന് വിചാരിക്കും നമ്മൾ. പക്ഷെ ഒരിക്കലും നമ്മളത് മേടിക്കരുത്. അത് വാങ്ങിച്ചു കഴിഞ്ഞാൽ അത് നമ്മൾ പിന്നിയിട്ടുണ്ടാവും. അപ്പോൾ അത് നോക്കിയും കണ്ടു മേടിക്കണം, അത്രയേ ഉള്ളൂ. അപ്പം സെറ്റ് സാരി കുഴപ്പമില്ല, സെറ്റ് സാരികളൊന്നും കുഴപ്പമില്ല. ചില സാരികളുടെ കാര്യമാണ് കേട്ടോ ഞാൻ പറഞ്ഞത്. അപ്പോൾ ചില കുഴപ്പമില്ല, ചിലവർ നമുക്ക് കുഴപ്പമില്ല, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പം ഞങ്ങൾ അതങ്ങ് നിർത്തി. അങ്ങനെ അതെന്ന് വെച്ചാൽ ഞാൻ വാങ്ങിച്ചിട്ട് ഒരു പ്രസൻറ്റ് കൊടുക്കുകയാണ് ഉണ്ടായത്. കുറച്ച് സാരികളൊക്കെ വാങ്ങിച്ചിട്ട് ഇവിടെ കുറച്ച് ആൾക്കാർക്ക് അവർക്കത് വിഷമമായി, എനിക്കും കൂടുതൽ വിഷമമായി അവർ വന്ന് പറഞ്ഞപ്പോൾ. അപ്പോൾ അതുകൊണ്ട് സാരികളൊന്നും വാങ്ങിക്കാറില്ല കേട്ടോ. പിന്നെ ഇത് കണ്ട് നടക്കാൻ ഇഷ്ടംപോലെ ആൾക്കാർ വാങ്ങിച്ചുകൊണ്ട് പോകുന്നുണ്ട്. അവർക്കൊക്കെ അതൊക്കെ ഒരു ലാഭം ഉണ്ടാവുമായിരിക്കും, നല്ലതായിരിക്കും. പിന്നെ ഞങ്ങൾ ഏട്ടന് വീട്ടിൽ കൊടുക്കാനുള്ള മുണ്ട് വാങ്ങിക്കാറുണ്ട് കേട്ടോ. 250 രൂപയാണ്. അത് നല്ലതായിരുന്നു. അപ്പോൾ
അവർക്കും കച്ചവടം നടക്കാം. വാങ്ങിക്കൂ വാങ്ങിക്കൂ എന്നൊക്കെ പറഞ്ഞിട്ട് അവരിങ്ങനെ നിൽക്കുകയാണ്. നമുക്ക് വിഷമം തോന്നും, കാരണം നല്ല മഴയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഇടയിൽ ഇവർ ഇതിങ്ങനെ വിൽക്കാൻ പറ്റാണ്ട് ഇങ്ങനെ നിൽക്കുന്നത് കാണുമ്പോഴേ ഇത്രയും ആൾക്കാരൊക്കെ ഉള്ളൂ. ഇവിടെ അങ്ങോട്ട് നല്ല തിരക്കായിരിക്കും ഉണ്ടാവാറ്, പക്ഷെ ഒന്നുമില്ല. അപ്പോൾ ഓണത്തിൻ്റെ പാച്ചിലൊക്കെ വളരെ കുറഞ്ഞു. റൗണ്ടിൽ തന്നെ വണ്ടികളൊക്കെ നമുക്ക് ഇഷ്ടം പോലെ തിക്കും തിരക്കൊക്കെ ഉണ്ടാവുന്ന സമയത്ത് ഇപ്പോൾ വണ്ടികളൊന്നും പോക്കേയില്ല, അധികം വണ്ടികളൊന്നും ഉണ്ടായിരുന്നില്ല. നല്ല നമുക്ക് സുഖമായിട്ട് ഡ്രൈവ് ചെയ്യാനൊക്കെ സാധിച്ചു. പിന്നെ ഞങ്ങൾ ഒരു 2-3 കത്തിയൊക്കെ മേടിച്ചു കേട്ടോ. അങ്ങനെ കത്തിയൊക്കെ വാങ്ങിച്ചു. അത് ലാഭമായിട്ട് തോന്നി. എത്രയാ 30 രൂപയോ 40 രൂപയൊക്കെ ഉള്ളൂ കത്തിയൊക്കെ വാങ്ങിച്ചു. എല്ലാ സാധനങ്ങൾക്കും അത്രയ്ക്ക് ഇനി വിലയുള്ളൂ കേട്ടോ. 200 രൂപ 300 രൂപ 300 രൂപയുടെ താഴെയുള്ളൂ സാരിക്കായാലും എല്ലാത്തിനും. അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞ് ഞങ്ങൾ പൂക്കളൊക്കെ നോക്കാനായിട്ട് പൂക്കൾ മേടിക്കാനായിട്ട് വന്നു. നല്ല ജമന്തി, മഞ്ഞ, പച്ച കളറിൽ കിടക്കുന്ന ജമന്തി പൂക്കൾ എല്ലാം ഉണ്ടായിരുന്നു. കാണാനൊക്കെ ഭംഗിയുണ്ട്. അതൊക്കെ വാങ്ങിച്ചിങ്ങനെ വയ്യാതെയായി ഇങ്ങനെ നടന്നു മതിയാക്കി. ഇനി മതിയില്ലേ എന്നൊക്കെ പറഞ്ഞപ്പോൾ അങ്ങനെ വിശപ്പിൻ്റെ വിളി. അപ്പം നേരെ മിൻ പാലസിൽ പോയി. അങ്ങനെ സ്പൈസി സീ ഫുഡ് റൈസാണ് വാങ്ങിച്ചത്. പിന്നെ കറി എന്തോ കിങ് കോക്ക് എന്നിട്ട് എന്തോ ഒരു കറിയാണ്, ചിക്കൻ കറിയാണ് മേടിച്ചത്. അപ്പോൾ അത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ചിക്കൻ്റെ ആ കറി ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല. പക്ഷേ സ്പൈസി സീ ഫുഡ് റൈസ് സൂപ്പർ ടേസ്റ്റായിരുന്നു. അത് മാത്രം കഴിച്ചാൽ മതിയായിരുന്നു. അത് മാത്രം മതിയായിരുന്നു. നമുക്ക് വേറെ ഒന്നും വാങ്ങിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. പക്ഷെ നമ്മളത് വാങ്ങിച്ചു. ട്രൈ ചെയ്ത് നോക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. പിന്നെ ഇങ്ങനെ നമ്മൾ ഭക്ഷണം കിട്ടി കഴിഞ്ഞാൽ എനിക്ക് എന്തൊക്കെയോ ആലോചനകളോടുകൂടി കഴിക്കുന്നതല്ല. ഞാൻ അതിൻ്റെ ഓരോന്നിൻ്റെ ടേസ്റ്റ് ഇങ്ങനെ മനസ്സിൽ അതൊക്കെ പിടിച്ച് അങ്ങനെയാണ് കഴിക്കുക കേട്ടോ. അപ്പോൾ പിന്നെ അതുമാത്രമല്ല, ഞാൻ ഫുഡ് കഴിക്കുമ്പോൾ എല്ലാവരും തിരിഞ്ഞു നോക്കും. എല്ലാവരും ഭക്ഷണം കഴിക്കുന്നുണ്ടോ, അവരൊക്കെ എന്തൊക്കെയാണ് കഴിക്കുന്നത്, അവരെന്തൊക്കെയാണ് പറയണേ ഞാൻ അങ്ങനെ തിരിഞ്ഞു നോക്കി ഇരുന്നിട്ടാണ് ഫുഡ് കഴിക്കുക. അത് എൻ്റെ ഒരു ശീലമാണ് കേട്ടോ. ഞാൻ ഇപ്പോൾ വീഡിയോയിൽ ഇത് ഇപ്പോൾ ആദ്യം എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഞാൻ എല്ലാ ഫുഡ് കഴിക്കുന്ന സമയത്തും ഞാൻ അങ്ങനെ എല്ലാവരും ഇങ്ങനെ നോക്കുന്നുണ്ടാവും. അത് അങ്ങനെ കഴിക്കുന്നത് എനിക്ക് സംസാരിക്കാൻ പറ്റണില്ലല്ലോ. ചേട്ടൻ അങ്ങനെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയല്ലേ, അപ്പോൾ സംസാരിക്കലൊന്നും ഇല്ലല്ലോ. അപ്പോൾ നമ്മൾ എല്ലാവരും നോക്കി സമയം കളയണം. എനിക്കാണെങ്കിൽ ഇറക്കണതിൻ്റെ ഇടയിൽ നമ്മൾ എന്ത് ചെയ്യാം. അപ്പോൾ അങ്ങനെ ഇതിൻ്റെ ഇതിൽ എന്തൊക്കെയാണെന്ന് ഞാൻ ചോദിച്ചതാണ്. ടേസ്റ്റൊക്കെ നോക്കിയപ്പോൾ അതിൽ പ്രോൺസ് ഇതൊക്കെയാണ് ചേർത്തിരിക്കണത്. അപ്പോൾ അവർ മുട്ടയില്ല കേട്ടോ, പ്രോൺസ് ഒക്കെ എന്തൊക്കെയോ ഫിഷിൻ്റെ പേരൊക്കെ പറഞ്ഞു. അപ്പോൾ അതൊക്കെയാണ്. അതാണ് കേട്ടോ കറിയൊക്കെ നല്ല ഭംഗിയൊക്കെയാണ്, ടേസ്റ്റ് ഉണ്ട്. ചിലവർക്ക് ഇഷ്ടപ്പെടും, ചിലവർക്ക് ഇഷ്ടപ്പെടില്ല, അത്രയേ ഉള്ളൂ. പക്ഷേ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല. പക്ഷെ റൈസ് സൂപ്പർ റൈസായിരുന്നു. മിൻ പാലസ് അറിയാലോ, മിൻ പാലസിൽ പോയിട്ടുള്ള വീഡിയോസൊക്കെ ഞാൻ ഒത്തിരി ഇട്ടിട്ടുണ്ട്. ഞങ്ങളുടെ ഫേവറേറ്റ് ഹോട്ടലാണിത്. റെസ്റ്റോറൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിൻ പാലസ്, തൃശ്ശൂർ റെസ്റ്റോറൻറ്റ് മിൻ പാലസ് സൂപ്പർ ആണല്ലോ. സൂപ്പർ പത്തൻസിൻ്റെ അടുത്ത്, പത്തൻസും അതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ്. അപ്പോൾ അതും നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ ഭക്ഷണം കഴിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ക്ഷീണമാവുമല്ലോ. ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുക, ചൂടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ. അപ്പോൾ അജിന്തി പ്രസാദ് ഫാമിലി വ്ളോഗ്സ് സൈനിങ് ഓഫ്. ടാറ്റാ, ബൈ ബൈ.